സൈന്യത്തെ ഇറക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നാളെ അങ്ങോട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. അത് കൺഫേം ചെയ്ത വിവരമാണോ? എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നതോടുകൂടി നാളെയോടുകൂടി പട്ടാളം ഇറങ്ങുമെന്ന് ഇപ്പോൾ കരുതാം ഇല്ലേ? മഞ്ജുഷ, അത്തരത്തിൽ ഒരു പ്രസ്താവനകളും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണവും നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത്തരം നീക്കങ്ങളും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഏതായാലും ഇതിൽ ഏറ്റവും പ്രതീക്ഷ ഇനി നാളെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസ പ്രഖ്യാപനം ഉണ്ടാവുമോ എന്നതാണ്. പക്ഷേ അപ്പോഴും സമയം വളരെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും വളരെ വിലപ്പെട്ടതാണ്. ഓരോ മണിക്കൂറും അത്തരത്തിൽ ഒരു മണ്ണിന്റെ അടിയിൽ ഒരാൾ ജീവനോടുണ്ടെന്നൊരു കുടുംബം പറയുമ്പോൾ അവരെ പുറത്തെടുക്കാനുള്ള നടപടികൾ, ആ ലോറി ഉൾപ്പെടെ കണ്ടെത്തി കൊടുത്തിട്ടും GPS സിഗ്നൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടും ആ ലോറിയെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നിലവിൽ ഒരു പ്രഖ്യാപനവും അത്തരത്തിലുള്ള നീക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുകൂല നിലപാടുകളോ ഒന്നും തന്നെ, തീരുമാനങ്ങളോ ഒന്നും തന്നെ ഇത് ഇല്ല. ഇനി സിദ്ധരാമയ്യ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു അനുകൂല നിലപാട് എടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ശക്തമായ ഇടപെടലിന്റെയും സമ്മർദ്ദത്തിന്റെയും ഭാഗമായാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രവർത്തനം എന്ന് വേണം പറയാൻ. ഇന്നലെയൊക്കെ വളരെ മന്ദഗതിയിലായിരുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂറും പാഴാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനി ഏതാനും മിനിറ്റുകളും മാത്രമേ ഉള്ളൂ. 9 മണിയോടുകൂടി തെരച്ചിൽ അവസാനിക്കും. ഒരുപക്ഷെ ഇപ്പോൾ 1-2 JCB മാത്രം ഈ മലയുടെ മുകളിൽ നിന്നും മണ്ണ് വാരുന്ന സാഹചര്യമായിരിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ വരുന്ന 4 ദിവസം ശക്തമായ മഴയായിരിക്കും ഈ ദക്ഷിണ കന്നഡയിൽ, ഉത്തര കന്നഡയിലും എന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ഈ പ്രദേശത്ത് സാധ്യതയുണ്ട്. അതിന്റെ ആ ഘടന എങ്ങനെയാണുള്ളത്? മണ്ണ് ഇളകി നിൽക്കുന്നു, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ നിരാശയായിരിക്കും, വലിയ ആശങ്കയായിരിക്കും ഇനി നാളെ നമുക്ക് കാണാൻ ഇരിക്കുന്നതും. മഞ്ജുഷ്, ശരി ബൈജു, ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത്. എന്തായാലും പട്ടാളം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്, സൈന്യത്തെ വിളിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിട്ടുണ്ട്. ബൈജു, നിലവിൽ ഇപ്പോൾ എല്ലാവരും ആ ഭാഗത്ത് നിന്ന്, മാധ്യമപ്രവർത്തകർ ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുകയാണോ? ഇപ്പോൾ ബൈജു നേരത്തെ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടത് അവിടുന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് മാറി നിന്നതാണോ? തീർച്ചയായും നമ്മൾ ഈ സ്ഥലത്ത് പോയത് കൂടാതെ ഇവർ നമ്മളെ തടഞ്ഞ സ്ഥലത്തിന് സമീപമുള്ള ഒരു മലയുടെ പിറകിലാണ് നമ്മൾ ഇരുന്നത്. അവിടെയും നമ്മൾ നിൽക്കാൻ പാടില്ല, അവിടെ അപകടകരമായ സാഹചര്യമാണ്, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ 6 മണിയുടെ വാർത്ത തത്സമയം നമ്മൾ കൊടുത്ത ആ സ്ഥലം അവിടെ പക്ഷെ അവിടെ നീരുറവകൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങി. ഒരു അപകടകരമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മോട് ഇത്തരത്തോളം കരുതൽ കാണിക്കുന്ന ഈ പോലീസ് എന്തുകൊണ്ട് ഒരാൾ മണ്ണിനടിയിൽ ഇത്രയും സമയം, ഇത്രയും മണിക്കൂർ ഒരു വാഹനത്തിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ഉദ്യോഗസ്ഥർ ഇന്ന് കേന്ദ്രമന്ത്രി കുമാരസ്വാമി അവിടെ വന്നിരുന്നു. ആ സമയത്ത് ഒരു പക്ഷേ ഇത്തരത്തിൽ വലിയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. എല്ലാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് വാഹനങ്ങൾ, ഒപ്പം ജില്ലാ കളക്ടർ രാവിലെ മുതലേ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചായിരിക്കുമോ ഇത്തരത്തിൽ ഇവർ ഒരു ഷോ അവിടെ കാണിച്ചത്? അതേപോലെ തന്നെയായിരിക്കുമോ നാളെയും സിദ്ധരാമയ്യ മുഖ്യമന്ത്രി വരുന്നുണ്ട്, കൂടുതൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒരു ജാഗ്രത അവിടെ സമീപനം കാണിക്കുമായിരിക്കും. ഇവർ വരുമ്പോൾ തങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാനായിരിക്കുമോ? ഇതൊന്നുമല്ല നമ്മൾ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിനുള്ള സമയമല്ല. നമുക്ക് അർജുൻ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അർജുന്റെ വണ്ടി കണ്ടെത്തിയിരിക്കുന്നു. ആ വണ്ടിക്കകത്ത് അർജുനുണ്ടോ, അതല്ല മറ്റെന്തെങ്കിലും അർജുന് സംഭവിച്ചിട്ടുണ്ടോ, കുടുംബം നമ്മളും പ്രതീക്ഷിക്കുന്നതുപോലെ ജീവനോടെയുണ്ടോ, അത് എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ അത് വാഹനം പുറത്തെടുത്ത് അതിൽ നിന്നുള്ളൊരു ഉറപ്പ് ലഭിക്കണം. ഇന്ന് ആംബുലൻസ് ഉൾപ്പെടെ തയ്യാറായപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത്തരത്തിൽ ഈ വാഹനം ഇന്ന് ഇത്തരത്തിൽ ലോറി പുറത്തേക്ക് എടുക്കുമെന്ന വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വൈകിട്ടും വലിയ നിരാശ തന്നെയാണ്. മഴ വന്നപ്പോൾ 1-2 JCB മാത്രം വെച്ച് ഇത്തരത്തിൽ അവിടെ ഈ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അവിടെ വെളിച്ചമില്ല, അത്തരം സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. പകൽ പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത ചെളിയും കല്ലും മണ്ണും ഒക്കെയാണ്. കാലൊന്ന് വഴുതിയാൽ
തൊട്ട് സമീപത്തെ പൊടിയിലേക്ക് വീഴുന്ന സാഹചര്യം. അതായത് ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും വലിയ ഭീഷണി നേരിടുന്ന തരത്തിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതിനുപോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരുതൽ അവിടെ ഇല്ല. വെറും ഒരു മണ്ണ് എടുക്കുന്നു, ഒരു ലോറിയിൽ കയറ്റി അത് കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് ലോറി വീണ്ടും വരുന്നു. ഈ രീതിയിലാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഈ ലോറി കണ്ടെത്താൻ എന്ന കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശരി, ബൈജു സ്പോട്ട് റിപ്പോർട്ടാണ് നൽകുന്നത്. ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാണ് ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ KB ബൈജു, ഞങ്ങളുടെ പ്രതിനിധി, ന്യൂസ് 18 പ്രതിനിധി, ആ സ്ഥലത്ത് നിന്ന് തന്നെ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കണ്ട കാഴ്ചകളാണ് അദ്ദേഹം തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു അനാസ്ഥ അവിടെയുണ്ട്, പക്ഷേ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ മണ്ണ് മാറ്റി ലോറി എവിടെ, അർജുൻ എവിടെ എന്ന് കണ്ടെത്തുവാൻ ഈ രക്ഷാപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന്. ബൈജുവിലേക്ക് വരാം. അതിനു മുമ്പ് ബാബു, അദ്ദേഹവും അർജുന്റെ വീടിന് സമീപമുള്ളയാളാണ്, കോഴിക്കോട്. ബാബു, ഇന്ന് പകൽ മുഴുവൻ